ഹായ് ഫ്രണ്ട്സ്, എസ് ഡി ഇൻഡെക്സ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ ഡൈനിങ് കുഷൻ നമുക്കൊരെണ്ണം എങ്ങനെ ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. ഇപ്പോൾ നമ്മുടെ വീടുകളിലെല്ലാം ഡൈനിങ് ടേബിൾ ഉള്ളതാണ്, അതിനകത്ത് കുഷൻ ഉള്ളതാണ്. അപ്പോൾ ആ കുഷൻ നമുക്ക് ചീത്തയായാൽ പുതിയ കുഷൻ നമുക്ക് എങ്ങനെ അപ്ഹോൾസ്റ്ററി ചെയ്യാം, അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. നമ്മൾ പ്ലൈവുഡിൽ ഇത് കണക്ക് കുഷൻ ഒട്ടിച്ചെടുക്കുക ആദ്യം. അപ്പോൾ ഇതിനകത്ത് ഞാൻ 50 ഡെൻസിറ്റി 2 ഇഞ്ച് ഫോമാണ് ഞാൻ ഇതിനകത്ത് ആദ്യം ഒട്ടിച്ചേക്കുന്നത്. ഒട്ടിച്ച് വെച്ചേക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇനി ഇതിനകത്ത് ഞാനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 1 ഇഞ്ചിൻ്റെ വളരെ സോഫ്റ്റ് ഫോമും കൂടി ഇതിനകത്ത് അപ്ലൈ ചെയ്യുന്നുണ്ട്. കാരണം എന്തെന്ന് വെച്ചാൽ നമുക്ക് ഇരിക്കുമ്പോഴത്തേക്കൊരു കുറച്ച് സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ മൊത്തം ടോട്ടൽ 3 ഇഞ്ച് പൊക്കം വരും നമ്മൾ ഈ കുഷൻ. ഇത് പശ പുരട്ടി വെച്ചേക്കുന്നതിന് 2 സൈഡിലും പശ പുരട്ടി അതിനെ ഒന്ന് ഫിക്സ് ചെയ്താൽ നമുക്ക് ആ ഭാഗം റെഡിയാവും. രണ്ട് തലയിലും പശ തേക്കണം കേട്ടോ. അപ്പം പശയെന്ന് പറയുന്നത് റബ്ബർ സൊല്യൂഷനാണ്. പലരും ചോദിക്കുന്നുണ്ട് പശ എന്താണെന്നുള്ളത്. നമുക്ക് ഫെവിക്കോളിൻ്റെയും SRൻ്റെ പശയാണ് നമുക്ക് ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. നമ്മളിത് ഒട്ടിച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ ക്ലോത്ത് വെട്ടുകയാണ്. അപ്പോൾ ക്ലോത്ത് വെട്ടുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കാനുള്ളത് നല്ല നീളവും വീതിയും അളവെടുക്കുക. അളവെടുത്തതിന് ശേഷം ഞാൻ ഈ കാണിച്ചിരിക്കുന്നത് പോലെ മാർക്ക് ചെയ്യുക. 4 കോണും കട്ട് ചെയ്ത് കളയണം. കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അതിനകത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഞാൻ സ്റ്റിച്ച് ചെയ്താണ് ഞാൻ കൊണ്ടുവന്നത്. അപ്പോൾ സ്റ്റിച്ച് ചെയ്തതിൻ്റെ വീഡിയോ ഞാൻ കാണിക്കുന്നില്ല, കാരണം 4 അരികെ മാത്രമേ നമ്മൾ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഇതിനകത്ത് ഈ തുണിയിൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഷൈനിങ് ഉണ്ട് തുണിക്ക്. അപ്പോൾ ആ ഷൈനിങ് എല്ലാം ഒരേ ഭാഗത്ത് വരാൻ വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ ഷൈനിങ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫ്രണ്ട് എന്നുള്ളത് ഭാഗത്ത് കൊണ്ടുവന്ന് അതാണ് ഇങ്ങനെ വയ്ക്കുക. ഇതേപോലെ വെച്ചതിന് ശേഷം ഞാൻ തയ്യലൊന്ന് വൃത്തിയായിട്ട് കാണിക്കാം. ഞാൻ തച്ചേക്കുന്നുണ്ടോ 4 അരികും കട്ട് ചെയ്തത് തച്ചേക്കുകയാണ്. അത് തച്ചിട്ട് നമ്മളത് കറക്റ്റാക്കി വയ്ക്കുക. അതിനുശേഷം കവറടിച്ചെടുക്കുക. അത് പിൻ ചെയ്താൽ മതി. പിൻ ചെയ്യുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കാനുള്ളത് സ്റ്റാപ്ലർ ഉള്ളവർക്ക് സ്റ്റാപ്ലർ അടിക്കുക, ഇല്ലാത്തവർക്ക് നമുക്ക് ബ്ലൂ ടാക്സ് എന്ന് പറഞ്ഞൊരു നൈല് മേടിക്കാൻ കിട്ടും. അത് നമ്മൾ ബ്ലൂ ടാക്സ് എന്നാണ് അതിൻ്റെ പേര്. അത് മേടിച്ചിട്ട് അത് വെച്ച് അടിച്ചാലും മതി. നല്ലതുപോലെ ടെമ്പർ ചെയ്ത് അടിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അല്ല, അതിനകത്ത് പ്രത്യേകിച്ച് വലിയ പണിയൊന്നുമില്ല. ഫോം കിട്ടിയാൽ അതിനകത്ത് കട്ട് ചെയ്ത് നമുക്ക് ഇതേപോലെ ഒരു കുഷൻ ഉണ്ടാക്കുന്നതിന് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. കണ്ടോ? ഇപ്പോൾ ഈ തുണിക്കൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ചെയ്ത തുണിക്ക് ഒത്തിരി കട്ടി കൂടുതലുണ്ട്. ആ കട്ടി കൂടുതലുള്ളതുകൊണ്ട് ഞാൻ അതിൻ്റെ ആ ഒരു 4 കോർണറും ഒന്ന് കട്ട് ചെയ്ത് കളയുകയാണ് കേട്ടോ. അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ കട്ടിയുള്ളാത്ത തുണിയാണെങ്കിൽ ഇങ്ങനെ ചെയ്യണമെന്നില്ല. ഇതിന് ശേഷം സ്റ്റാപ്ലർ ചെയ്ത് അടിക്കാം. ഓക്കെ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ചാനൽ നിങ്ങൾക്ക് ഇതുപോലുള്ള ഉപകാരമായ ഒത്തിരി കാര്യങ്ങൾ ഞാൻ പ്രതിപാദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അടുത്ത് കാണുന്ന ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് എനേബിൾ ആക്കിയതിന് ശേഷം ബെൽ ബട്ടൺ കൂടി ഒന്ന് ആൾ ആക്കി വയ്ക്കുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് വരികയുള്ളൂ. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് ഗുണപരമായ വീഡിയോകൾ ഞാൻ ചെയ്യുന്നതാണ്. ഒത്തിരി വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ചാനൽ വിസിറ്റ് ചെയ്ത് കാണുക. അപ്പോൾ നമ്മൾ ഇനി കുഷൻ അടിച്ചിട്ട് നമുക്കതൊന്ന് കാണാം.
നമ്മൾ ലൈനിങ് നമുക്കതിൻ്റെ കാണാതിരിക്കാൻ വൃത്തി വരാൻ വേണ്ടിയിട്ട് നമ്മൾ ലൈനിങ് കൂടെ വെച്ച് ഒന്ന് സ്റ്റാപ്ലർ ചെയ്യുക. ഇത്രയേ ഉള്ളൂ കുഷനിൽ. ഡൈനിങ് കുഷൻ വളരെ എളുപ്പമാണ് കേട്ടോ. നിങ്ങൾക്ക് ആരൊക്കെ ഒത്തിരി ഐഡിയ ഉണ്ടെങ്കിൽ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. അപ്പോൾ അതിനായിട്ട് ഇനി നമ്മൾ ഇതിനു വേണ്ടി ഒരുപാട് കാശ് ചിലവാക്കണമെന്നില്ല, നമുക്ക് തന്നെ സ്വന്തമായിട്ട് ചെയ്യാം. ഈ കുഷൻ നമുക്ക് ചിലവ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കുഷൻ്റെ ഫോമിനും അതിൻ്റെ തുണിയും അനുസരിച്ചാണ് അതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ ഏകദേശം നമുക്ക് ഒരു കുഷൻ അടിക്കുമ്പോഴത്തേക്ക് ഒരു മീഡിയം ലെവലിൽ ചെയ്യുകയാണെങ്കിൽ ഏതാണ്ട് ഒരു 250 രൂപയ്ക്കകത്ത് നമുക്കൊരു കുഷൻ തീരും. അത് തുണിയെ ഡിപ്പെൻഡ് ചെയ്താണ്, ഒരു ആവറേജ് തുണിയാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പോൾ നമുക്ക് വളരെ അതിൽ കുറച്ചും ചെയ്യാം, അതിൽ കൂട്ടിയും ചെയ്യാം. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ആവറേജ് റേറ്റ് എന്ന് പറയുന്നത്. ലൈനിങ് കുഷൻ റെഡിയാണ് കേട്ടോ. നോക്കിയേ എത്ര ഭംഗിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയെന്ന് നോക്കിയേ. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കതൊന്ന് കുഷൻ അതിനകത്തുനിന്ന് നമ്മൾ കസേരയിൽ നിന്ന് വെക്കാം. ബാക്കിയുള്ള കസേരയെല്ലാം ഞാൻ വെച്ചിട്ട് ഞാൻ ഒരെണ്ണം നിങ്ങൾക്ക് ഇടുന്ന് കാണിച്ചു തരാം. ഇതിനകത്തൊരു ചെറിയ ചാലുണ്ട്, നമ്മൾ പണിഞ്ഞ് വെച്ചേക്കുന്നതിൻ്റെ കസേരയില്ല. ആ ചാലിനകത്തോട്ട് ഈ ഫ്രെയിം ഇറക്കി വയ്ക്കുക. ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളുള്ളവർക്ക് കമൻറ്റ് ചെയ്യുക. താങ്ക് യു.